ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തുൻ നംൽ 61, 62 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. أَمَّنْ جَعَلَ الْأَرْضَ قَرَارًا. അമ്മൻ എന്ന് പറയുമ്പോൾ ഷദ്ദുള്ള മീമിനെ മണിക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, അന്നൂനു വൽ മീമുൽ മുശദ്ദദതാനി, എപ്പോഴും മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട രണ്ടക്ഷരങ്ങളാണ് ഷദ്ദ് നൽകപ്പെട്ട നൂനും മീമും. മീമിന് ശേഷം വന്ന സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം, മറച്ചു മണിക്കുക. ആ മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. ശേഷമുള്ള ജീം ഇസ്തിഫാലിൻ്റെ ഹർഫാണ്, തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കപ്പെടുന്ന അക്ഷരമാണ് എന്നതുകൊണ്ട് നൂനിൻ്റെ മണിക്കലിലും തർക്കീഖ് വേണം, ഇഖ്ഫാ മുറഖഖ് നൽകിക്കൊണ്ട്. അമ്മൻ ജഅല, അമ്മൻ ജഅല, ഐന് അതിൻ്റെ ശരിയായ മഖ്റജിൽ നിന്ന്, തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. ജഅലൽ അർദ, അൽ അർദ, അവിടെ ഹംസ ക്ലിയർ ആയിരിക്കണം, ഷിദ്ദത്തിൻ്റെ അക്ഷരമാണ്. ജഅലൽ അർദ എന്നായി പോകരുത്. ജഅലൽ അർദ. റാ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. സാക്കിനത്തായ റാഇന് തൊട്ട് മുമ്പിൽ ഫത്ഹാണുള്ളത്. ശേഷം ദ്വാദാണ് വന്നിട്ടുള്ളത്. ദ്വാദിനെ കുറിച്ചാണ് പലപ്പോഴും നാം വളരെ കാര്യമായി സൂചിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ കൃത്യമായ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കേണ്ട അക്ഷരവും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരവുമാണത്. ദ്വാദിന് സ്വന്തമായി ഒരു മഖ്റജ്, അതിന് സ്വന്തമായി ചില സിഫത്തുകൾ, ഇസ്തിത്വാല തുടങ്ങിയ സിഫത്ത് ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അമ്മൻ ജഅലൽ അർദ, ദ എന്ന് നാവിൻ്റെ സൈഡിൽ നിന്ന് മേലെ അണപ്പല്ലിനോട് അമർത്തി വെച്ചുകൊണ്ട്, ചേർത്ത് വെച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ജഅലൽ അർദ, ജഅലൽ അർദ ഖറാറ. ഖാഫ് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക, ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. ശേഷം റാഉം അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും വീണ്ടും റാവും, ഇതിനൊക്കെയും തഫ്ഖീമാണ്. ഖറാറ എന്ന് ദീർഘിപ്പിക്കുകയാണെങ്കിൽ, നിർത്തുകയാണെങ്കിൽ ദീർഘം നൽകുന്നു. രണ്ട് റാവിനും ഒരേ ഹുക്ം, അതിൻ്റെ അലിഫുകൾക്കും. എന്നാൽ ചേർത്ത് ഓതുകയാണെങ്കിൽ ഖറാറൗ, ഖറാറൗ, ഖറാറൗ എന്ന് റാഇൻ്റെ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഖറാറൻ വജഅല ഖിലാലഹ, ജഅല എന്ന പദം വീണ്ടും ആവർത്തിക്കുന്നു. ഖിലാലഹ, ഖാഇന് തഫ്ഖീം കൊടുക്കണം, കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം മതി, ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. വജഅല ഖിലാലഹ അൻഹാറ, ഖിലാലഹ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അതിന് ദീർഘം നൽകുക. അൻഹാറ, സാക്കിനത്തായ നൂനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. ശേഷം ഹ ആണ് വന്നിട്ടുള്ളത്. അൻഹാറ, റാഇനും അലിഫിനും മാത്രമാണ് തഫ്ഖീം വരുന്നത് ഈ പദത്തിൽ. ചേർത്തോതുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അൻഹാറൻ വജഅല എന്ന് ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി വാവിലേക്ക് തൻവീനിനെ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വജഅല ലഹ, വജഅല ലഹ റവാസി, റവാസി, റാഇന് മാത്രം തഫ്ഖീം, ശേഷമുള്ള വാവ് അതിൻ്റെ അലിഫ് ഒക്കെ തർക്കീഖ് നൽകി നേർപ്പിക്കേണ്ട അക്ഷരങ്ങളാണ് ഇസ്തിഫാലിൻ്റെ ഹർഫുകൾ. റവാസിയ വജഅല ബൈനൽ ബഹ്റൈൻ, വജഅല വീണ്ടും ആവർത്തിക്കുന്നു. ബൈനൽ ബഹ്റൈനി ഹാജിസ,
ബൈനൽ ബഹ്റൈനി. ആ റായിന് മാത്രമാണ് തഫ്ഖീം വരുന്നത്, മറ്റെല്ലാ അക്ഷരങ്ങളും തർക്കീഖിൻ്റേതാണ്. ഹ തൊണ്ടയുടെ മധ്യം, നേരത്തെ ഐന് പറഞ്ഞ അതേ മഖ്റജ് തന്നെ വ്യക്തമായി ഉച്ചരിക്കുക. വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസ. ഹാജിസ വ്യക്തമാക്കി ഉച്ചരിക്കുക. അത് മറ്റ് സീന് പോലെ ഒന്നാവാതെ വ്യക്തമാക്കി ഉച്ചരിക്കുവാൻ ശ്രദ്ധിക്കുക. അഇലാഹും മഅല്ലാഹ്. മേലെ വചനത്തിൽ കഴിഞ്ഞ അതേ പദം ഭാഗം ഇവിടെയും ആവർത്തിക്കുന്നു, അതേ ആ ജുംല, ആ വാചകം. അഇലാഹും മഅല്ലാഹ്. ഹംസകൾ വ്യക്തമാക്കണം, രണ്ട് ഹംസയും. അത് തസ്ഹീലായി പോയത് ഐലാഹുൻ എന്ന് പറയരുത്, അഇലാഹുൻ എന്ന് രണ്ട് ഹംസയും വ്യക്തമാക്കുക. തൻവീനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന കാമിൽ. അഇലാഹും മഅല്ലാഹ്. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലെ തഫ്ഖീം ചെയ്തുകൊണ്ട് അതിൻ്റെ ലാമ് ഉച്ചരിക്കണം. മഅല്ലാഹ്. ലാമിൻ്റെ മഖ്റജ് മാറണ്ട, മഖ്റജ് ഒന്ന് തന്നെ, ഒരു വ്യത്യാസമില്ല. പല്ല് ചേർത്തുകൊണ്ട് പറയണ്ട, ഉള്ളിൽ നിന്ന് ലാമിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ മഅല്ലാഹ് എന്ന് തഫ്ഖീമോടുകൂടി ഉച്ചരിക്കുക. അന്ത്യത്തിൽ ഹാ വ്യക്തമാക്കണം. വഖഫ് ചെയ്യുമ്പോൾ മഅല്ലാഹ് ഹാ വ്യക്തമാക്കി സുക്കൂൻ നൽകി ഉച്ചരിക്കണം. അവിടെ വഖഫിന് വേണ്ടി ദീർഘം ആകാവുന്നതാണ്. 2 മുതൽ 4 ഹറക്കത്തിൻ്റെ അളവ് വരെ ദീർഘിപ്പിക്കാവുന്നതാണ്. വേണമെങ്കിൽ കൂടുതൽ വീണ്ടും ദീർഘിപ്പിക്കാം, പക്ഷേ 4 എന്ന തവസ്സുത്ത്, മിതത്വം സ്വീകരിക്കലാണ് നല്ലത്. മഅല്ലാഹ് ബൽ അക്സറുഹും ലാ യഅലമൂൻ. ബൽ അക്സറുഹും, ഹംസയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു, അത് ബൽ അക്സറുഹും എന്ന് തെറ്റായി പലരും പറയും, അങ്ങനെ പറയരുത്. ബൽ അക്സറുഹും. കാഫ് മഹ്മൂസാണ്, അതിൻ്റെ ഹംസ് പോയി പോരുത്. അക് അക് എന്ന് ഉച്ചരിക്കുക. അക് എന്ന് പറഞ്ഞാൽ മാത്രം മതിയാവുകയില്ല, ഷിദ്ദത്തുണ്ട്, കൂടെ ഹംസുമുണ്ട്. അക്സറുഹും അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. നാവിൻ്റെ തലപ്പിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗവും മേലെ മുൻപല്ലും, അതാണല്ലോ സാഇൻ്റെ മഖ്റജ്. അക്സറു റു റു റായിനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിക്കണം റായിനെ. അക്സറുഹും ലാ യഅലമൂൻ. സാക്കിനത്ത് മീം ശേഷം ലാമുമാണ്. ഇൽഹാർ ഷഫവി നൽകി മീമിനെ മണിക്കാതെ വെളിവാക്കുക. അക്സറുഹും, ഹും എന്ന് മണിച്ചു പോകരുത്. അക്സറുഹും ലാ യഅലമൂൻ. അമ്മൻ യുജീബുൽ മുദ്ദർ. വീണ്ടും അള്ളാഹു ആവർത്തിച്ച് ചോദിക്കുന്ന ആ ഒരു ഭാഗം. അമ്മൻ, ശബ്ദുള്ള മീമിനെ മണിക്കുക. നൂനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്തുകൊണ്ട് യായിലേക്ക് ലയിപ്പിച്ച് ആ സാക്കിനത്തായ നൂനിനെ ഉച്ചരിക്കുക. അമ്മൻ യുജീബു, യുജീബുൽ മുദ്ദർ. ദ്വാദ് അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ശേഷം ത്വാഇൻ്റെ മഖ്റജിൽ അടുത്ത്, അതായത് ത്വാഇനെ അതിൻ്റെ മഖ്റജിൽ നിന്നും ഉച്ചരിക്കുക. രണ്ടും കലർന്നു പോകരുത്. രണ്ടിനും തഫ്ഖീമുണ്ട്. ഖുവ്വത്തിൻ്റെ പല സിഫത്തുകളും രണ്ടിനുമുണ്ട്. ത്വാ ഏറ്റവും ഖുവ്വത്തുള്ള അക്ഷരവുമാണ്. അപ്പോൾ അൽ മുദ്ദർ, അൽ മുദ്ദർ ഇദാ ദഅാഹു. ദ്വാദ് ത്വാ റാ 3 അക്ഷരത്തിനും തഫ്ഖീമാണ്. ശേഷം റാ ഷദ്ദുള്ള റാ ആണ്. അത് ഷദ്ദുള്ളത് കൊണ്ട് അതിൻ്റെ തക്രീർ സൂക്ഷിക്കണം. അർ എന്ന് വിറയൽ വരാതെ സൂക്ഷിക്കുക. അൽ മുദ്ദറ, അൽ മുദ്ദറ ഇദാ ദഅാഹു, ഇദാ ദഅാഹു വയക്ഷിഫു. അല്ലേ, ദഅാഹു വഖഫയാണ്. ദഅാ എന്ന് സുക്കൂനുള്ള ഹായിൽ വഖഫ് ചെയ്യാം. വയക്ഷിഫു സൂഅ, വയക്ഷിഫു കാഫ് നേരത്തെ സൂചിപ്പിച്ച കാര്യം ഓർക്കുക.
അസ്സൂ എന്ന പദത്തിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. നിർബന്ധമായും അതിലുള്ള ദീർഘാക്ഷരമായ വാവിന് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. ഒറ്റ പദത്തിൽ ദീർഘാക്ഷരവും ശേഷം ഹംസയും വന്നു, അതാണ് മുത്തസിൽ അഥവാ ചേർന്നു വന്നത് എന്നർത്ഥമുള്ള ആ ദീർഘം വരുന്നത്. അതിനെ നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നീട്ടണം. وَيَجْعَلُكُمْ خُلَفَاءَ الْأَرْضِ وَيَجْعَلُكُمْ എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീബാണ്. ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ഹറക്കത്ത് പോലെ ശബ്ദം ചലിപ്പിക്കേണ്ടതാണ്. വയജ്അലൂകും അന്ത്യത്തിൽ വന്ന സാക്കിന് തമീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. ഖുലഫാഅ ഖാഇന് നിസ്ബിയ തഫ്ഖീം കൊടുക്കുക. ഖുലഫാഅ ഈ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. നേരത്തെ വന്ന അതേ ദീർഘം തന്നെ. നിർബന്ധമായും അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ഖുലഫാഅൽ അർദ് തഫ്ഖീം ചെയ്യണം. ശേഷം ദ്വാദിനും തഫ്ഖീമുണ്ട്. ദ്വാദിൽ റഖാവ നൽകിക്കൊണ്ടാണ് വഖഫ് ചെയ്യുക. അൽ അർദ് അഇലാഹും മഅല്ലാഹ് മേലെ വന്ന അതേ വാചകം ആവർത്തിക്കുന്നു. തൻവീനിനെ മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് ഇത് അംബിഗുന്ന കാമിൽ നൽകി. അഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. അവിടെയും തൻവീനും ശേഷം മീമും ആവർത്തിച്ച് വരുന്നുണ്ട്. ഖലീലൻ എന്ന തൻവീനിനെ മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് ശബ്ദുള്ള ഒറ്റ മീമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖാഫിന് തഫ്ഖീം പൂർണ്ണമാക്കി നൽകണം. ഖലീലൻ ഖ എന്ന അതിൻ്റെ മഖ്റജിൽ നിന്നുമുള്ള സ്വരഭാരത്തോടെയുള്ള തടിപ്പിച്ചുകൊണ്ടുള്ള ശബ്ദമാണ് കൊടുക്കേണ്ടത്. ഖലീലൻ മാ തദക്കറൂൻ. തദക്ക 3 അക്ഷരങ്ങളും എന്താണ്? ഇസ്തിഫാലിൻ്റേതാണ്. തർക്കീഖ് നൽകുക. തദക്കറൂൻ റൂ എന്ന റായിന് തഫ്ഖീം കൊടുക്കണം. പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് റായിൻ്റെ ഉച്ചാരണത്തിൽ അബദ്ധം വരും. മലയാളത്തിലെ റാ പോലെ പറയും. അത് വരരുത്. തദക്കറൂൻ എന്ന് തടിപ്പിച്ചുകൊണ്ട് റാ ഉച്ചരിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. أمن جعل الأرض قرارا وجعل خلالها أنهارا وجعل لها رواسي وجعل بين البحرين حاجزا أإله مع الله بل أكثرهم لا يعلمون. أمن يجيب المضطر إذا دعاه ويكشف السوء ويجعلكم خلفاء الأرض أإله مع الله قليلا ما تذكرون.